I am Jibin Matthew. Welcome to Partnership Accounts Part 3. This video contains major journal entries and ledger posting related to dissolution. Journal entries. First entry: closing of asset account excluding cash, bank and fictitious asset by transferring it to realization account. Journal entry is realization account debtor to assets. എല്ലാ അസറ്റ് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യുന്ന റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ടു അസറ്റ് എന്ന് കൊടുക്കേണ്ടത്. നമ്മൾ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടു അസറ്റ് എന്ന് കൊടുത്താൽ പോരാ, ഇൻഡിവിജ്വലായിട്ട് ഓരോ അസറ്റിൻ്റെയും പേര് കൊടുത്ത് വേണം എൻട്രി പോസ്റ്റ് ചെയ്യാൻ. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഏതൊക്കെയാണോ അസറ്റുകൾ ഓരോന്നിൻ്റെയും പേരെടുത്ത് കൊടുക്കുക, ഓരോന്നിൻ്റെയും എമൗണ്ടുകൾ കൊടുക്കുക. ഇതിൻ്റെ എല്ലാം കൂടെയുള്ള ടോട്ടൽ എമൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ എന്നുള്ളതിൻ്റെ നേരെ കൊടുക്കേണ്ടത്. അസറ്റ് അക്കൗണ്ടുകൾക്ക് സാധാരണയായിട്ട് ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ എൻട്രിയിൽ ടു അസറ്റ്സ് എന്ന് വരാനുള്ള കാരണം. അതുപോലെ തന്നെ അസറ്റ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ബുക്ക് വാല്യൂവിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. ജേണൽ എൻട്രിയിൽ അസറ്റിൻ്റെ ബുക്ക് വാല്യൂ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. സെക്കൻഡ് എൻട്രി: ക്ലോസിംഗ് ലയബിലിറ്റീസ് അക്കൗണ്ട് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ലയബിലിറ്റീസ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. ഇതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ബൈ ലയബിലിറ്റീസ് എന്നായിരിക്കും വരുന്നത്. ബൈ ലയബിലിറ്റീസ് എന്നെഴുതാൻ പാടില്ല. എല്ലാ ലയബിലിറ്റീസിനെയും പ്രത്യേകം ഇൻഡിവിജ്വലായിട്ട് പേരെടുത്ത് കൊടുത്ത് അതിൻ്റെ എമൗണ്ട്, അതായത് ലയബിലിറ്റിയുടെ എമൗണ്ട് കൊടുക്കേണ്ടതാണ്. ലയബിലിറ്റി അക്കൗണ്ടുകൾക്ക് സാധാരണയായിട്ട് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ലയബിലിറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ലയബിലിറ്റി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് വരാനുള്ള കാരണം. മൂന്നാമത്തെ എൻട്രി: ഫോർ ട്രാൻസ്ഫറിങ് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു അസറ്റ്സ് ലൈക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എക്സെട്ര. അസറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണിത്. പ്രൊവിഷൻസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്നായിരിക്കും എൻട്രി വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും അസറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓരോ പ്രൊവിഷനെയും ഇൻഡിവിജ്വലായിട്ട് അതാത് പേര് കൊടുത്ത് വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. പ്രൊവിഷൻസ് എന്ന് മൊത്തത്തിൽ കൊടുത്താൽ പറ്റില്ല. ഫോർത്ത് ജേണൽ എൻട്രി: ഫോർ ട്രാൻസ്ഫറിങ് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ലയബിലിറ്റി ലൈക്ക് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ബിൽസ് പേയബിൾ എക്സെട്ര. ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻസ് എന്നായിരിക്കും എൻട്രി വരുന്നത്. ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷൻസും റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷൻസും ഓരോ പ്രൊവിഷൻസിൻ്റെയും പേരെടുത്ത് പ്രത്യേകം റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഫിഫ്ത്ത് ജേണൽ എൻട്രി: ഫോർ റെക്കോർഡിംഗ് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണിത്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ
ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്ന അസറ്റിൻ്റെ ബാലൻസ് കൂടുകയാണ്. അസറ്റ് റിയൽ അക്കൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ബാലൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ടിലാണ് എൻട്രി വരുന്നത്. ടു റിയലൈസേഷൻ എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. അതുകൊണ്ട് തന്നെ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് വേണം ഇതിൻ്റെ പോസ്റ്റിംഗ് വരാൻ. നെക്സ്റ്റ്, അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ. ഫേമിൻ്റെ ഏതെങ്കിലും ഒരു അസറ്റ് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇവിടെ ക്യാഷിന് പകരം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ വേണം ഡെബിറ്റ് ചെയ്യാൻ. ഏത് പാർട്ട്ണറാണോ ടേക്ക് ഓവർ ചെയ്യുന്നത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ആദ്യത്തെ എൻട്രിയിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുന്നത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിന് പകരമായിട്ട് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഏത് പാർട്ട്ണറാണോ അയാളുടെ പേരിൽ വേണം. ഇപ്പം എക്സാമ്പിളിന് പാർട്ട്ണറുടെ പേര് എ എന്നാണെങ്കിൽ എസ് ക്യാപിറ്റൽ എന്ന് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ എസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് വേണം അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്ന എമൗണ്ട് കൊടുക്കാനായിട്ട്. സെവൻത് ജേണൽ എൻട്രി, പേയ്മെൻറ്റ് ഓഫ് ലൈബിലിറ്റീസ്. ലൈബിലിറ്റീസിൻ്റെ പേയ്മെൻറ്റുകൾ ഫേം നടത്തുന്നതിൻ്റെ എൻട്രിയാണിത്. എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഏതൊക്കെ ലൈബിലിറ്റികൾ ഫേം പേയ്മെൻറ്റ് നടത്തുന്നു, എത്രയാണ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത്, അതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ ഫേം പേയ്മെൻറ്റ് നടത്തുമ്പോൾ സമയത്ത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ബാലൻസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് എൻട്രി വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജേണൽ എൻട്രി, എ പാർട്ട്ണർ എഗ്രീസ് ടു പേ ഓഫ് ലൈബിലിറ്റി. ഫേമിൻ്റെ ഏതെങ്കിലും ഒരു ലൈബിലിറ്റി പാർട്ട്ണർ പേയ്മെൻറ്റ് നടത്തിക്കോളാം എന്ന് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നതെന്ന് നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇവിടെ പേയ്മെൻറ്റ് ഓഫ് ലൈബിലിറ്റീസിൻ്റെ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ജേണൽ എൻട്രിയാണ് ഇവിടെ വരുന്നത്. ക്യാഷ് ഓർ ബാങ്കിന് പകരമായിട്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നായിരിക്കും എൻട്രി വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് വരും. ഏത് പാർട്ട്ണറാണോ ലൈബിലിറ്റി ടേക്ക് ഓവർ ചെയ്യുന്നത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ആണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന എൻട്രി കൊടുക്കുക. നെക്സ്റ്റ് എൻട്രി, റിയലൈസേഷൻ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ ക്യാഷ്. ഫേം റിയലൈസേഷന് വേണ്ടി ചിലവാകുന്ന ക്യാഷ് പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യണം. റിയലൈസേഷന് വേണ്ടി ചിലവാകുന്ന എമൗണ്ട് എത്രയാണോ അതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻട്രി, ഇഫ് എ പാർട്ട്ണർ മീറ്റ്സ് എക്സ്പെൻസസ് ഓൺ റിയലൈസേഷൻ. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഫേമിൻ്റെ റിയലൈസേഷൻ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തോളാം എന്ന് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത് നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷ് ഓർ ബാങ്കിന് പകരമായിട്ട് തൊട്ട് മുമ്പത്തെ എൻട്രിയുടെ സെയിം തന്നെയാണ്. ക്യാഷ് ഓർ ബാങ്കിന് പകരമായിട്ട് ഏത് പാർട്ട്ണറാണോ ലൈബിലിറ്റി റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തോളാമെന്ന് എഗ്രി ചെയ്യുന്നത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ വേണം എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നായിരിക്കും എൻട്രി വരുന്നത്. നെക്സ്റ്റ് എൻട്രി, ഫോർ റെക്കോർഡിംഗ് റിയലൈസേഷൻ ഓഫ് ആൻ അൺറെക്കോർഡർ ഓർ ന്യൂ അസറ്റ്.
ലൈക്ക് അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബാർട്ടർ റിക്കവേർഡ് എക്സെട്ര. ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു അസറ്റ് അത് റിലീസ് ചെയ്യുന്ന എൻട്രിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരു അസറ്റ്, ആ അസറ്റ് റിലീസ് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പം റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ക്യാഷാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് വരുന്നത് ക്യാഷ് ഓർ ബാങ്കാണ്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പം റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്നായിരിക്കും എൻട്രി വരുന്നത്. നെക്സ്റ്റ് എൻട്രി, ഇഫ് ആൻ അൺറെക്കോർഡഡ് ഓർ ന്യൂ അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ. ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും ഒരു അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റ് ഒരു പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി നോക്കാം. തൊട്ട് മുമ്പത്തെ ജേണൽ എൻട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രിയാണ്. അവിടെ റിലീസ് ചെയ്യുമ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ക്യാഷ് ഫേമിന് കിട്ടുന്നുണ്ട്. ഇവിടെ ഫേമിന് ക്യാഷ് കിട്ടുന്നില്ല, പകരം പാർട്ട്ണറാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരുന്നത്. ഏത് പാർട്ട്ണറാണോ ഈ അൺറെക്കോർഡഡ് ആയിട്ടുള്ള അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നായിരിക്കും എൻട്രി വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എൻട്രി കൊടുക്കുക. നെക്സ്റ്റ് എൻട്രി, ഫോർ റെക്കോർഡിംഗ് പേയ്മെൻറ്റ് ഓഫ് എ അൺറെക്കോർഡഡ് ഓർ ന്യൂ ലയബിലിറ്റി ലൈക്ക് ബിൽ ഡിസ്കൗണ്ടഡ്, ഡിസോണേഡ് ഓർ എനി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എക്സെട്ര. ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ലൈബിലിറ്റി ഫേം പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ എൻട്രിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ഫേമിൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന എല്ലാ പേയ്മെൻറ്റുകളും റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നായിരിക്കും എൻട്രി വരുന്നത്. ഇവിടെ ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. എൻട്രി വരുന്ന റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നായിരിക്കും എൻട്രി പോസ്റ്റിംഗ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എൻട്രി, ഇഫ് ആൻ അൺറെക്കോർഡഡ് ഓർ ന്യൂ ലയബിലിറ്റി ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ. ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും ഒരു ലൈബിലിറ്റി അത് ഒരു പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻട്രി നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. തൊട്ട് മുമ്പത്തെ ജേണൽ എൻട്രി ആയിട്ട് സെയിം ആണ്. അവിടെ ഫേമിന് പേയ്മെൻറ്റ് നടത്തേണ്ടി ഫേം പേയ്മെൻറ്റ് നടത്തുന്നു വരുന്നത് കൊണ്ട് തന്നെ ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്. ഇവിടെ ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നില്ല, പകരം വരുന്നത് പാർട്ട്ണറാണ്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നായിരിക്കും എൻട്രി വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ഏത് പാർട്ട്ണറാണോ ലയബിലിറ്റി ടേക്ക് ഓവർ ചെയ്യുന്നത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ വേണം ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എൻട്രി, ഫോർ റിയലൈസേഷൻ പ്രോഫിറ്റ് ഇഫ് എനി ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എൻട്രീസ് പോസ്റ്റിങ്ങുകൾ കഴിഞ്ഞ് റിയലൈസേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റാണ് വരുന്നതെങ്കിൽ ആ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് കൊടുക്കേണ്ടത്. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് കൊടുത്തിട്ട് ഏതൊക്കെ പാർട്ട്നേഴ്സാണോ ഉള്ളത് അവർക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ടും നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ റിയലൈസേഷൻ അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരുന്നത്. ഓരോ പാർട്ട്നേഴ്സിനും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എത്രയാണോ അത് അതാത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് എൻട്രി,
ഫോർ റിയലൈസേഷൻ ലോസ് ഇഫ് എനി ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിയലൈസേഷൻ ലോസ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്രെഡിറ്റ് നേച്ചറിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് കുറയുകയാണ് ചെയ്യേണ്ടത് എപ്പോൾ റിയലൈസേഷൻ ലോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ റിയലൈസേഷൻ ലോസ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കണം പോസ്റ്റിംഗ് വരേണ്ടത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വരും. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് വേണം പോസ്റ്റിംഗ് വരാനായിട്ട്. നെക്സ്റ്റ് എൻട്രി, വെൻ ലോൺ ഡ്യൂ ടു പാർട്ട്നേഴ്സ് ആർ പെയ്ഡ് ഓഫ്. പാർട്ട്നേഴ്സിൽ നിന്ന് ഫേം എന്തെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, പാർട്ട്നേഴ്സിൽ നിന്ന് ഫേം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണ് ഫേം റീപേ ചെയ്യുന്നതിൻ്റെ എൻട്രിയാണിത്. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നായിരിക്കും എൻട്രി വരേണ്ടത്. ഫേമിനെ സംബന്ധിച്ച് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് ഫേം എടുത്തിട്ടുള്ള ലോണുകളെല്ലാം ഫേമിൻ്റെ ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈബിലിറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിന് ഡെബിറ്റ് വരുന്നത്. ക്യാഷ് ഓർ ബാങ്ക് റിയൽ അക്കൗണ്ടാണ്. ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ഫേമിനടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ഓർ ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻട്രി പാർട്ട്നേഴ്സിൻ്റെ ലോണ് സെറ്റിൽ ചെയ്യുമ്പോഴത്തെ എൻട്രി പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. നെക്സ്റ്റ് എൻട്രി, ലോൺ ഈഫ് എനി റീപെയ്ഡ് ബൈ എ പാർട്ട്ണർ. പാർട്ട്ണർ ഫേമിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്ണർ റീപേ ചെയ്യുന്നതാണ്. ആർക്ക് റീപേ ചെയ്യുന്നു? ഫേമിന് കൊടുക്കുന്ന എൻട്രിയാണ് വരുന്നത്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ലോൺ എന്നായിരിക്കും എൻട്രി വരുന്നത്. ഫേമിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ പാർട്ട്ണർ ഫേമിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണ് ഫേമിനെ സംബന്ധിച്ച് അസറ്റാണ്. അതുകൊണ്ട് തന്നെ അസറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാനായിട്ട് പാർട്ട്നേഴ്സ് ലോണിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പാർട്ട്ണർ ലോൺ എമൗണ്ട് റീപേ ചെയ്യുന്ന സമയത്ത് ഫേമിന് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക, പാർട്ട്നേഴ്സ് ലോണിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ എൻട്രി തരുന്നത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്നായിരിക്കും. നെക്സ്റ്റ് എൻട്രി, ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് റിസർവ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, പി&എൽ അക്കൗണ്ട് ബാലൻസ്, റിസർവുകൾ, ഇതൊക്കെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ഇതൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളാണ്. ഇതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഈ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, റിസർവ് ആൻഡ് സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് ആയിരിക്കും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, റിസർവ് ഒക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുള്ളത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബൈ റിസർവ് ആൻഡ് സർപ്ലസ് എന്നൊക്കെയായിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് വരേണ്ടത്. നെക്സ്റ്റ് എൻട്രി, ഫോർ ട്രാൻസ്ഫറിങ് അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അക്യുമുലേറ്റഡ് ലോസസ്, ഫിക്റ്റീഷ്യസ് അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എൻട്രി വരേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രിലിമിനറി എക്സ്പെൻസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ അക്യുമുലേറ്റഡ് ലോസസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയുകയാണ് ചെയ്യേണ്ടത്. കാരണം ലോസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കയ്യിൽ
പാർട്ട്ണർക്ക് ഫെയിമിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് ബാലൻസ് കുറയണം. ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കുറയുന്നതിന് ആവശ്യമായ എൻട്രീസ് എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേണം പോസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും അക്യുമുലേറ്റഡ് ലോസസിൻ്റെയും ഫിക്റ്റീഷ്യസ് അസറ്റിൻ്റെയും എൻട്രിയുടെ പോസ്റ്റിംഗ് വരുന്നത്. ഇനി എന്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് മീനിങ് നോക്കാം. ഫിക്റ്റീഷ്യസ് അസറ്റ് ആർ നോട്ട് ആൻ അസറ്റ് ഇൻ ദ ട്രൂ സെൻസ്, ബട്ട് ദിസ് ഈസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് ഓർ ലോസസ് which are unclaimed in the profit and loss account during the year in which they are incurred. These are written off in the next more than one profitable financial years of the business. അപ്പോൾ ഏതെങ്കിലും ഒരു ഇയറിൽ ബിസിനസ്സിനുണ്ടാകുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസിനെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആ എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്ന ഇയറിൽ തന്നെ നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ബാലൻസ് റൈറ്റ് ഓഫ് ചെയ്യാത്ത എമൗണ്ട് ബാലൻസ് ഉള്ളത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഇങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസുകൾ ഹ്യൂജ് എമൗണ്ട് എക്സ്പെൻസുകളാണ്. ഒരു ഇയർ കൊണ്ട് തന്നെ നമുക്കതിനെ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ എമൗണ്ടിൻ്റെ ബാലൻസ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത എമൗണ്ട് കഴിഞ്ഞുള്ള ബാലൻസ് എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. പല ഇയർ കൊണ്ടാണ് അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻട്രി, ഡ്രോയിങ്സ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ഫേബിൽ നിന്ന് ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്ന എമൗണ്ട് പോസ്റ്റ് ചെയ്യുന്ന എൻട്രിയാണ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലുമായിട്ട് ക്ലോസ് റിലേറ്റഡ് ആണ് ഡ്രോയിങ്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും ഡ്രോയിങ്സിൻ്റെ പോസ്റ്റിംഗ് വരുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ഡ്രോയിങ്സ് അക്കൗണ്ട് എന്നായിരിക്കും എൻട്രി വരേണ്ടത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽ നടക്കുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയണം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കുറയുന്നതിനാവശ്യമായ എൻട്രിയാണ് ഡ്രോയിങ്സ്. അതുകൊണ്ട് തന്നെ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വേണം ടു ഡ്രോയിങ്സ് എന്ന് പോസ്റ്റിംഗ് വരാനായിട്ട്. നെക്സ്റ്റ് എൻട്രി, ഫോർ ട്രാൻസ്ഫറിങ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡുകൾ ഫോളോ ചെയ്യുന്ന കേസിൽ ഒരു പാർട്ട്ണർക്ക് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ബാലൻസ് അവസാനം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ കേസിൽ കറണ്ട് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ അത് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വേണം പോസ്റ്റിംഗ് വരാനായിട്ട്. ഇപ്പോൾ എൻട്രി വരണം നോക്കുക. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് നിലവിലുള്ളത്. ആ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഈ എമൗണ്ടോടെ ചെല്ല് ചെയ്യുമ്പോൾ കൂടുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. നെക്സ്റ്റ് എൻട്രി, ഫോർ ട്രാൻസ്ഫറിങ് ഡെബിറ്റ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻ കേസ് ഡെബിറ്റ് ബാലൻസ് ആണ് കറണ്ട് അക്കൗണ്ടിനുള്ളതെങ്കിൽ എങ്ങനെയാണ് പോസ്റ്റിംഗ് വരുന്നത് നോക്കാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കുറയാൻ കാരണമാകുന്ന എൻട്രിയാണ് ഈ എൻട്രി. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. മറ്റേ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിന് ഇവിടെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള കറണ്ട് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് വരേണ്ടത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിന് ആണ്. നെക്സ്റ്റ് എൻട്രി, ഫോർ ക്യാഷ് പെയ്ഡ് ഓഫ് ടു എ പാർട്ട്ണർ ഇഫ് ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഇൻ ക്രെഡിറ്റ് ബാലൻസ്. ഡിസൊല്യൂഷൻ്റെ അവസാനം പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് പാർട്ട്ണർക്ക് വിഡ്രോ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. ഇവരുടെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. പാർട്ട്ണർക്ക് ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് എമൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന എൻട്രിയാണിത്.
പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്ണറുടെ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എൻട്രി വരുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഫേമിൽ നിന്ന് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഫേമിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. ടു ക്യാഷ് ഓർ ബാങ്ക് എന്നായിരിക്കും എൻട്രി വരുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് എൻട്രി വരും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അവസാനം ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ക്യാഷ് പെയ്ഡ് ടു എ പാർട്ട്ണർ ഓർ ക്യാഷ് ബോട്ട് ഇൻ ബൈ എ പാർട്ട്ണർ. അതായത് ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് വിഡ്രോ ചെയ്തുകൊണ്ട് പോകേണ്ട എമൗണ്ട് അല്ലെങ്കിൽ ഫേമിലേക്ക് പാർട്ട്ണർ കൊണ്ടുവരേണ്ട എമൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏറ്റവും അവസാനം ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന എമൗണ്ടിലൊന്നാണ് ഈ പറയുന്ന ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകേണ്ട എമൗണ്ട്. നെക്സ്റ്റ് എൻട്രി ഫോർ ക്യാഷ് ബോട്ട് ഇൻ ബൈ എ പാർട്ട്ണർ ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഇൻ ഡെബിറ്റ് ബാലൻസ്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ നേച്ചർ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, ഡെബിറ്റ് ബാലൻസ് ആയിപ്പോയി. അപ്പോൾ പാർട്ട്ണർ എക്സ്ട്രാ എമൗണ്ട് ഫേമിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഫേമിലേക്ക് എമൗണ്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഫേമിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരികയാണ്. കാരണം പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്. ഇപ്പോൾ എൻട്രി വരുന്നത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് ആയിരിക്കും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരുന്നത്. അത് ബാലൻസിങ് ഫിഗറായിട്ട് വരുന്ന എമൗണ്ട് ആണ്. നെക്സ്റ്റ് ഫോർമാറ്റ് ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട്. പാർട്ട്ണർ റിയലൈസേഷൻ അക്കൗണ്ടിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷൻ്റെ കേസിൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് എൻട്രീസ് പോസ്റ്റിംഗ് വരുന്നതെന്ന് നോക്കാം. ടു അസറ്റ് ബുക്ക് വാല്യൂവിൽ കൊടുക്കുക. ഏതൊക്കെയാണോ അസറ്റുകൾ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് പേരെടുത്ത് കൊടുക്കുക. ഓരോ അസറ്റിൻ്റെയും ബുക്ക് വാല്യൂ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ലയബിലിറ്റീസ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ലയബിലിറ്റീസും ഇൻഡിവിജ്വലായിട്ട് വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ബുക്ക് വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി ഡെബിറ്റ് സൈഡിൽ ടു പ്രൊവിഷൻസ് ബ്രാക്കറ്റിൽ റിലേറ്റിംഗ് ടു ലയബിലിറ്റി ലൈക്ക് പ്രൊവിഷൻസ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ എക്സെട്ര. അപ്പോൾ ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ലയബിലിറ്റി നമ്മൾ ബുക്ക് വാല്യൂ റെക്കോർഡ് ചെയ്തത് ക്രെഡിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിലാണ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ബൈ പ്രൊവിഷൻസ് ക്രെഡിറ്റ് സൈഡ് നോക്കുക. റിലേറ്റിംഗ് ടു അസറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ വേണം കൊടുക്കാനായിട്ട്. അസറ്റ് ബുക്ക് വാല്യൂവിൽ ക്ലോസ് ചെയ്യുന്ന എൻട്രി കൊടുത്ത് ഡെബിറ്റിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻ കൊടുക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ടു ക്യാഷ് ഓർ ബാങ്ക് ലയബിലിറ്റി പേയ്മെൻറ്റ് നടത്തുന്നതാണ്. ലയബിലിറ്റി നമ്മൾ ബുക്ക് വാല്യൂവിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ക്ലോസ് ചെയ്യുന്ന എൻട്രി റെക്കോർഡ് ചെയ്ത ക്രെഡിറ്റിലാണ്. പേയ്മെൻറ്റ് നടത്തുന്നത് കാണിക്കുന്നത് ഡെബിറ്റിലാണ്. ഇനി ബൈ ക്യാഷ് ഓർ ബാങ്ക് അസറ്റ് റിയലൈസ് ചെയ്യുന്നതാണ്. അസറ്റ് ക്ലോസ് ചെയ്യുന്നത് നമ്മൾ കാണിച്ച ഡെബിറ്റിലാണ്. റിയലൈസ് ചെയ്യുന്നത് കാണിക്കുന്നത് ക്രെഡിറ്റിലാണ്. നെക്സ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏതെങ്കിലും ഒരു ലയബിലിറ്റി പാർട്ട്ണർ മീറ്റ് ചെയ്തോളാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതാണ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അസറ്റ് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് പാർട്ട്ണർ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടു റിയലൈസേഷൻ എക്സ്പെൻസ് ടു ക്യാഷ് ഓർ ബാങ്ക് റിയലൈസേഷൻ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ബൈ ക്യാഷ് ഓർ ബാങ്ക് എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അൺറെക്കോർഡഡ് ഓർ ന്യൂ അസറ്റ്. അപ്പം പേയ്മെൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ലാത്ത അസറ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് എമൗണ്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ടു ക്യാഷ് ഓർ ബാങ്ക് അൺറെക്കോർഡഡ് ഓർ ന്യൂ ലയബിലിറ്റി പെയ്ഡ്. ഇപ്പോൾ അൺറെക്കോർഡഡ് ആയിട്ടുള്ള ലയബിലിറ്റി പേയ്മെൻറ്റ് നടത്തുന്നതാണ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ഫേമിന് ക്യാഷ് കിട്ടുന്നതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അൺറെക്കോർഡഡ് ആയിട്ടുള്ള ലയബിലിറ്റി
മീറ്റ് ചെയ്തോളാമെന്ന് പാർട്ട്ണർ എഗ്രി ചെയ്യുന്നതാണ്. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അൺറെക്കോർഡഡ് ഓർ ന്യൂ അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ. അൺറെക്കോർഡ് ആയിട്ടുള്ള അസറ്റ് ഒരു പാർട്ട്ണറെ ടേക്ക് ഓവർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ്. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലോസ് ഓൺ റിയലൈസേഷനാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഡെബിറ്റ് സൈഡിൽ ടു അസറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെബിറ്റ് സൈഡിൽ ടു അസറ്റ്, ബുക്ക് വാല്യൂവിൽ ക്ലോസ് ചെയ്യുന്ന എൻട്രി, ബൈ ലൈബിലിറ്റീസ് ബുക്ക് വാല്യൂവിൽ ലൈബിലിറ്റീസ് ക്ലോസ് ചെയ്യുന്ന എൻട്രി, ടു പ്രൊവിഷൻസ് ലൈബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷനാണ്. ബൈ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷനാണ്. ടു ക്യാഷ് ഓർ ബാങ്ക് ലൈബിലിറ്റി പേയ്മെൻറ്റ് നടത്തുന്നതാണ്. ബൈ ക്യാഷ് ഓർ ബാങ്ക് അസറ്റ് റിലീസ് ചെയ്യുന്നതാണ്. ടു ക്യാഷ് ഓർ ബാങ്ക് ഇമ്പോർട്ടൻ്റ് റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തുന്നതാണ്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ലാസ്റ്റ് വരുന്ന എമൗണ്ട് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ റിയലൈസേഷൻ ലോസ് ആണ്. ഫോർമാറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ബാലൻസ് ബ്രോ ഡൗൺ. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ, റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബൈ റിസർവ്, ബൈ ബ്രിയാൻഡൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് ലൈബിലിറ്റീസ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ. ഏത് പാർട്ട്ണറാണോ ലൈബിലിറ്റി ടേക്കൺ ഓവർ ചെയ്യുന്നത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ്. റിയലൈസേഷൻ എക്സ്പെൻസുകൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർ കൊടുക്കാവുന്ന എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പാർട്ട്ണറുടെ നേരെ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷനാണ്. ഓരോ പാർട്ട്ണറുടെയും പ്രോഫിറ്റിൻ്റെ ഷെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ബൈ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. ഇനി ഡെബിറ്റ് സൈഡിലേക്ക് നോക്കാം. ക്യാപിറ്റലിൻ്റെ ബാലൻസ് കുറയുന്നതിന് കാരണമാകുന്ന ഫസ്റ്റ് എൻട്രി ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഫിക്റ്റീഷ്യസ് അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, ടു ഫിക്റ്റീഷ്യസ് അസറ്റ്. ടു റിയലൈസേഷൻ അക്കൗണ്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണർ അസറ്റ് ടേക്കൺ ഓവർ ചെയ്യാൻ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ടു റിയലൈസേഷൻ ലോസ് ഓൺ റിയലൈസേഷൻ ആണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ലോസ് ആണ് വരുന്നതെങ്കിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ അത് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ടു ക്യാഷ് ബാലൻസ് ക്യാഷ് വിഡ്രോൺ ബൈ പാർട്ട്നേഴ്സ്. അപ്പം പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ക്യാഷ് ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ എൻട്രിയാണ് ടു ക്യാഷ് എന്ന് പറഞ്ഞു വരുന്നത്. ബൈ ക്യാഷ് ക്യാഷ് ബോട്ട് ഇൻ ബൈ പാർട്ട്നേഴ്സ്. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എമൗണ്ട് കുറവാണെങ്കിൽ പാർട്ട്ണർ എമൗണ്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പാർട്ട്ണർ ക്യാഷ് കൊണ്ടുവരുന്ന എമൗണ്ടാണ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത്. ഫോർമാറ്റ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ടു ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ ഫേമിലേക്ക് ക്യാഷ് വരുന്ന എൻട്രീസ് എല്ലാം ഡെബിറ്റ് ചെയ്യുക. ടു റിയലൈസേഷൻ അക്കൗണ്ട് അസറ്റ് വിറ്റ് കിട്ടുന്ന എമൗണ്ടാണ്. ടു പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് പാർട്ട്ണർ ലോൺ എടുത്തിട്ടുള്ളത് ഫേമിന് റീപേ ചെയ്യുന്നതാണ്. ഫേമിലേക്ക് ക്യാഷ് വന്നു. ടു പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാഷ് പാർട്ട്ണർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫേമിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ നോക്കാം. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് ലൈബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുകയാണ്. പേയ്മെൻറ്റിന് ക്യാഷ് പോവുകയാണ്. ബൈ റിയലൈസേഷൻ അക്കൗണ്ട്.
ബൈ റിയലൈസേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ എക്സ്പെൻസസ് പെയ്ഡ്, റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തുമ്പോഴും ക്യാഷ് പേയ്മെൻറ്റിൽ നിന്ന് പോവുകയാണ് ബൈ റിയലൈസേഷൻ അക്കൗണ്ട്. ബൈ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, പാർട്ട്ണറിൽ നിന്ന് ഫേം എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫേം പേയ്മെൻറ്റ് നടത്തുമ്പോൾ ക്യാഷ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ടു പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് എൻട്രി പോസ്റ്റിംഗ് വരും. ഇപ്പോൾ ബൈ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വരും. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ക്യാഷ് വിഡ്രോൺ ബൈ പാർട്ട്നേഴ്സ്, ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ ഡിസൊല്യൂഷൻ്റെ അവസാനം പാർട്ട്ണർ ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എൻട്രി ആയിരിക്കും ലാസ്റ്റായിട്ട് വരുന്ന ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. Thank you for watching this video.